മരിക്കുന്ന ആളുകളിൽ കാണാം. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ ആരെയും സങ്കല്പിക്കരുത് ചീത്തയാളുകളെ. ഹദീസ് ഇങ്ങനെയാണ്, ഇർഖബുൽ മയ്യിത്ത്, മരിക്കുന്നയാളെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഒരാൾ നിങ്ങളുടെ കൺമുമ്പിൽ മരിക്കുമ്പോ സാക്ഷികളായിട്ടുണ്ടാകുമല്ലോ. വാപ്പ മരിക്കുമ്പോ, വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോ, ഹബീബ് പറയുകയാണ്, അങ്ങനെ മരിക്കുന്ന ആളുകളെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ നിരീക്ഷിക്കണം. ഇദാറ സഹജബീനു, അവന്റെ നെറ്റിത്തടം ഇങ്ങനെ വിയർത്തിട്ട് ആ നെറ്റിത്തടം ഇങ്ങനെ വിയർപ്പൊലിച്ചു കഴിഞ്ഞാൽ വദമഅത് ഐനാ, അവന്റെ കണ്ണുകൾ ഇങ്ങനെ ഒഴുകുന്നുമുണ്ട്. അപ്രകാരം തന്നെ വയബിസത്ത് ഷഫത, അവന്റെ ചുണ്ടുകൾ ഇങ്ങനെ ഉണങ്ങുന്നതും നിങ്ങൾ കണ്ടാൽ. അവന്റെ നെറ്റി വിയർക്കുന്നു, അവന്റെ കണ്ണുകൾ ഒഴുകുന്നു, അപ്രകാരം അവന്റെ ചുണ്ടുകൾ ഉണങ്ങുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടാൽ ഫഹിയ റഹ്മത്തും മിനല്ലാഹി ഖദ് നസല ബിഹി, അത് അല്ലാഹുവിന്റെ റഹ്മത്ത് അവനിൽ ഇറങ്ങിയതാണ്. അതാണ് മുഅ്മിനേ നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മരണത്തിനാരെങ്കിലും സാക്ഷികളാവുമ്പോ അങ്ങനെയുള്ള മരണം അല്ലാഹു നൽകുമാറാകട്ടെ. ആലുവക്കടുത്തൊരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ വ്യഭിചരിക്കുന്നത് കണ്ടു. ആ കണ്ട പെണ്ണിനെ, സുലൈഖ എന്ന പെണ്ണിനെ അവൻ കൊന്നു. അങ്ങനെ കൊന്നിട്ടത് CBI പോലും ഏറ്റെടുക്കേണ്ടി വന്നു. കൊല്ലപ്പെട്ട സുലൈഖയുടെ കൊലപാതകികൾ ആരാണ് ആർക്കും അറിയില്ല. ആലുവയിൽ നിന്ന്, എന്റെ പള്ളിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സ്ഥലമാ. എന്നോട് ഈ അടുത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് 2-3 ആളുകൾ ഈ കാര്യം സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു, അല്ലാഹു അത് കൊന്നവനെ കൊല്ലിച്ചത് ഉസ്താദേ വലിയ ഒരു കഥയാണെന്ന് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു. അവൻ റോട്ടിൽ വാഹനം കാത്തു നിൽക്കുമ്പോ ഒരു വാഹനം അവനെ വന്നിടിക്കുന്നു. അവനെ അങ്ങ് വലിച്ചു കൊണ്ടുപോയി അവന്റെ മുഖം മുഴുവൻ വികൃതമാക്കിയിട്ടാ അവൻ മരിച്ചുപോയത്. അങ്ങനെ മരിക്കുന്നവർ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചെയ്തതിന് അല്ലാഹു തആല കൊടുത്തു ഒരു ദൃഷ്ടാന്തം. മരിക്കുന്ന സമയം മോശമായിരിക്കും. ഹബീബായ റസൂലുള്ള വീണ്ടും പറയുകയാണ്, വഇദാ ഗത്തഗതീതൽ മഖ്നൂഖ്, ഒരാളും ഇയാൾ മരിച്ചപ്പോ ഇങ്ങനെയായിരുന്നല്ലോ, മറ്റേയാളുടെ മരണസമയത്ത് അയാൾ അങ്ങനെയായിരുന്നല്ലോ കാണരുത്. നമ്മൾ കാവല് തേടുക. റസൂലുള്ള പറയുകയാണ്, അറുത്തിട്ട ഒട്ടകം ഇങ്ങനെ ഞെരങ്ങുന്നതുപോലെ, മൂളുന്നതുപോലെ അവൻ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ, വഹ്മറ ലൗനു, അവന്റെ നിറമൊക്കെ ആകെ ബേജാറിന്റെ ചുവന്ന നിറമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ചുണ്ടുകളിലൂടെയൊക്കെ ഇങ്ങനെ നുരയും പതയും വരുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ ഫഹുവ മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ നരകശിക്ഷ അവനിൽ ഇറങ്ങുകയും അതവൻ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എത്രയെത്ര ഹദീസുകളാണ്. ഞാനതൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയുകയാണ്, ഒരാള് മദ്യപിക്കുന്നവനാണ് എങ്കിൽ അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ അടുക്കലേക്ക് വരുന്നുവല്ലോ മലക്ക്. അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് സീഹ ഫീ വജ്ഹിഹി മിൻ ഹമീമി ജഹന്നം, നരകത്തിലെ ചുട്ടുതിളക്കുന്ന വെള്ളം അല്ലാഹു തആല അവന്റെ മുഖത്ത് ഒഴിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും ഉണ്ടാവും. ഈ ലോകത്ത് നിന്ന് ചെയ്തതിനൊക്കെ കിട്ടും. ഫഅമ്മ ഇൻ കാന മിനൽ മുഖറബീൻ, അല്ലാഹുവിലേക്ക് നല്ല അടുത്ത ആളുകളാണ്. ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം, മരിക്കുന്ന സമയത്ത് അവന് ആശ്വാസമാണ്, മരിക്കുന്ന സമയത്ത് അവന് സുഗന്ധമാണ്, മരിക്കുന്ന സമയത്ത് വജന്നത്തു നഈം, അവൻ അനുഗ്രഹപൂരിതമായ സ്വർഗമാണ്. അപ്പോഴാണ് അവൻ ചിരിക്കുന്നത്, അപ്പോഴാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, അപ്പോഴാണ് അവൻ ആഹ്ലാദഭരിതനായി സ്വർഗം കണ്ട് മരിച്ചവനാകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വഅമ്മ
ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാഹ്. അവൻ ദുർമാർഗിയാണ്, അവൻ വഴിപിഴച്ചവനാണ്, കള്ളവാദിയാണ്. അങ്ങനെയാണെങ്കിലോ ഫനുസുലും മിൻ ഹമീം, അവന് നരകത്തിലെ ചുട്ടുതിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരമാണ്. ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം, മരിക്കുന്ന സമയത്ത് തന്നെ അവൻ നരകത്തിലെ കരിയൽ അനുഭവിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് കരുതി അതില്ലാതിരിക്കുന്നില്ലല്ലോ. അള്ളാഹു തന്നെയല്ലേ പറഞ്ഞത്, മരിക്കുന്ന ഒരാളെ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, നിങ്ങൾ നോക്കുന്നവനോ നിങ്ങൾ കാണുന്നു, പക്ഷേ നിങ്ങൾക്കൊന്നും അറിയാൻ കഴിയില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങൾ അയാളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മരിക്കുന്ന സമയത്ത് ഒന്നുകിൽ സ്വർഗാനുഭവം അല്ലെങ്കിൽ നരകാനുഭവം. നരകം എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷമുള്ളതല്ല, എപ്പോഴാണോ മരണം അപ്പോഴുള്ളതാണ്. അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ.